സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ട പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ കൊടുങ്കാറ്റ് എന്ന വിഷയത്തിൽ കായംകുളം പോലീസ് സബ് ഡിവിഷൻ തലത്തിൽ ചിത്രരചനാ മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിച്ചു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം കായംകുളം SHO അരുൺ ഷാ ഉദ്ഘാടനം ചെയ്തു. 16 കിലോ കഞ്ചാവുമായിട്ട് ഒരാളെ നമ്മൾ പിടിച്ചു. ഈ ഓച്ചറ, അതായത് നമ്മുടെ കൊല്ലം ആലപ്പുഴ ബോർഡറിൽ നിന്നാണ് അയാളെ നമുക്ക് പിടിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 കേസുകൾ, അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഒരു കാരണവശാലും ഒരു കേസ് കൊണ്ടോ 2 കേസ് കൊണ്ടോ ഒന്നും ഈ ഒരു സംഭവത്തിൽ നിന്നും പിന്മാറില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ കുട്ടികളാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഈ 50ാമത്തെ വയസ്സിൽ ഉപയോഗിച്ച് തുടങ്ങിയ ഒരാൾ, അയാൾ ഒരു 80, 90, 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അത്രയും നാളെ അയാൾക്ക് ആ കസ്റ്റമറിൽ നിന്നും അവർക്ക് ലാഭം കിട്ടും. പക്ഷേ ചെറിയ കുട്ടികളെ ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അവസാനിക്കുന്നവരെ അയാളിൽ നിന്നും എന്ത് ചെയ്യും? ഈ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഈ ലഹരി മാഫിയകൾ ചെറിയ കുട്ടികളെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. കരിയിലക്കുളങ്ങര PRO നിസാർ പൊന്നാരത്ത്, ബോധവൽക്കരണ ടീം അംഗം ASI സന്തോഷ് കുമാർ, ആർട്ടിസ്റ്റ് സുരേഷ്, ശ്രീകുമാർ, മുനീർ മോൻ, ഫാദർ ഫിലിപ്പ് തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സബ് ഡിവിഷൻ തല വിജയികളെ ജില്ലാടിസ്ഥാനത്തിൽ മത്സരിപ്പിക്കും. ജില്ലാ വിജയികൾക്ക് ഓഗസ്റ്റ് 1 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കായംകുളം.